നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. വനിതാ സംവരണ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടതിൽ പ്രതിപക്ഷത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാരീശക്തിക്ക് പ്രതിപക്ഷം തടയിട്ടു. നാരീശക്തിയുടെ സ്വപ്നങ്ങൾ തകർത്തതിൽ അമ്മമാരോടും സഹോദരിമാരോടും ക്ഷമ ചോദിക്കുന്നുവെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസ്, DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ സ്വാർത്ഥതയാണ് വനിതാ ബില്ലിനെ പരാജയപ്പെടുത്തിയത്. ബില്ല് പരാജയപ്പെട്ടതിന് പിന്നാലെ കുടുംബാധിപത്യ പാർട്ടികൾ ആഘോഷിച്ചുവെന്നും പ്രധാനമന്ത്രിയുടെ വിമർശനം. नारी शक्ति वंदन अधिनियम में संशोधन नहीं हो पाया और मैं इसके लिए सभी माताओं बहनों उनसे मैं क्षमा प्रार्थी हूं। कांग्रेस, DMK, TMC और समाजवादी पार्टी जैसे दलों की स्वार्थी राजनीति का नुकसान देश की नारी शक्ति को उठाना पड़ा है। जो पाप विपक्ष ने किया है इसकी उन्हें सजा जरूर मिलेगी। इन्हें डर है अगर महिलाएं सशक्त हो गई तो इन परिवारवादी पार्टियों का नेतृत्व खतरे में पड़ जाएगा। വനിതാ സംവരണ നിയമ ഭേദഗതിയിലെ വിമർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി പ്രതിപക്ഷ പാർട്ടികൾ. സ്ത്രീകളെ മറയാക്കുന്നത് അപമാനകരമെന്ന് TMC നേതാവ് ഡെറിക് ഒബ്രിയാൻ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിന്റെ വഞ്ചനാപരമായ ശ്രമങ്ങൾക്കായിരുന്നു പ്രധാനമന്ത്രി ക്ഷമ ചോദിക്കേണ്ടതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ദുരുപയോഗമാണിതെന്ന് CPI നേതാവ് P. സന്തോഷ് കുമാർ പ്രതികരിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഇറാൻ അംബാസഡറെ പ്രതിഷേധമറിയിച്ച് ഇന്ത്യയിലെ ഇറാൻ പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് ഫത്താലിയെ വിളിപ്പിച്ചാണ് പ്രതിഷേധമറിയിച്ചത്. ആക്രമണമുണ്ടായ ജഗ് അർണബ് എന്ന കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരെന്ന് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ അറിയിച്ചു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അമൃത, വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇന്ത്യൻ കപ്പലുകളായ ജഗ് അർണബ് അതുപോലെ സൽമാർ ഹെറാൾഡ് എന്നിവയ്ക്കെതിരെ നടന്ന ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇറാഖിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയായിരുന്നു രണ്ട് കപ്പലുകളിലും ഉണ്ടായിരുന്നത്. പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഇറാൻ അംബാസഡർ ഡോക്ടർ മുഹമ്മദ് ഫത്താലിയെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിളിച്ചു വരുത്തിയത്. കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരത്തെ നൽകിയിരുന്നത് പോലെ സുരക്ഷിതമായ പാത ഉറപ്പാക്കണമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ സന്ദേശം ഇറാനിലെ അധികാരികളെ അറിയിക്കാൻ പ്രതിനിധിക്ക് നിർദ്ദേശം ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി നൽകിയിരിക്കുകയാണ്. അരമണിക്കൂർ നേരമാണ് ഈ ഇറാന്റെ പ്രതിനിധിയും വിദേശകാര്യ സെക്രട്ടറിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നീണ്ടു നിന്നിട്ടുള്ളത്. അതേസമയം ആക്രമണം നേരിട്ട ഇന്ത്യൻ കപ്പലുകളിലെ ജീവനക്കാർക്ക് പരിക്കില്ല എന്ന റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അമൃത. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി നൽകിയ വീടുകളിൽ വിള്ളലില്ല എന്ന മന്ത്രി K. രാജന്റെ വാദം തള്ളി വീട്ടുടമ നൌഫൽ രംഗത്ത്. ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്ത വിള്ളൽ മന്ത്രി മായ്ച്ചുവെന്നും വീട്ടുടമ എന്ന നിലയിൽ തന്നോട് ഒന്നും ചോദിച്ചില്ല എന്നും KT നൌഫൽ പറഞ്ഞു. വീട്ടിലുള്ളത് വിള്ളലല്ലെന്നും കിനിവാണെന്നുമായിരുന്നു പരിശോധനയ്ക്ക് ശേഷം മന്ത്രി K. രാജൻ പറഞ്ഞത്. ടൗൺഷിപ്പിനെ സർക്കാർ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കുറ്റപ്പെടുത്തി. ദുരന്തബാധിതർക്കായി നിർമ്മിച്ച വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയെന്ന പരാതികൾക്ക് പിന്നാലെയാണ് റവന്യൂ മന്ത്രി K. രാജൻ ടൗൺഷിപ്പിൽ നേരിട്ടെത്തിയത്. വീട്ടിലേത് വിള്ളലല്ലെന്നും കിനിവാണെന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. ഒരു വീട് പൂർത്തിയായാൽ വീട് പൂർത്തിയായ വഴിക്ക് വീട് കൊടുക്കാൻ പറ്റില്ല. ആ വീടിന്റെ മുകളിൽ 24 മണിക്കൂർ വെള്ളം അടിച്ചു നിർത്തി വെള്ളം കിനിയുന്നുണ്ടോ എന്ന് നോക്കും. അപൂർവമായി ചില സ്ഥലത്ത് അങ്ങനെ കിനിയും. അങ്ങനെ കിനിഞ്ഞൊരു വീടാണത്. ആളുകൾ താമസം തുടങ്ങിയ ശേഷം പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ഊരാളുങ്കൽ സമാധാനം പറയേണ്ടി വരുമെന്നും മന്ത്രി K. രാജൻ പറഞ്ഞു. എന്നാൽ വിള്ളലുണ്ടെന്ന് ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്ത പാടുകൾ മായ്ക്കാനാണ് മന്ത്രി ശ്രമിച്ചതെന്ന് വീട്ടുടമ KT നൌഫൽ ആരോപിച്ചു. വീട്ടുടമസ്ഥൻ എന്ന നിലയിൽ തന്നോട് ഒരു കാര്യവും മന്ത്രി അന്വേഷിച്ചില്ലെന്നും നൌഫൽ. മന്ത്രി വന്നിട്ട് ഈ മാർക്കർ മാത്രം മായ്ക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ചോദിക്കേണ്ട മന്ത്രി ഞാൻ ഇവിടെ നിൽക്കണ്ട. എന്താ ഈ വീടിന്റെ ഉടമസ്ഥന് ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ. എന്നോട് ചോദിക്കാം. ഒരു അവകാശമല്ലേ? ഒരു അവകാശമാണ്. ഒരു അവകാശം ഉണ്ടല്ലോ.
അതേസമയം ടൗൺഷിപ്പിനെ സർക്കാർ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കുറ്റപ്പെടുത്തി. സർക്കാരിന് ഇതിനെ ഒരു PR പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ അവസരമായിട്ട് കണ്ടു. ഇതിനെ രാഷ്ട്രീയമായൊരു മുഖം നൽകി. എന്നിട്ട് ഇതിനെ വളരെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാത്രമുള്ളൊരു പ്രചരണായുധമാക്കി എടുത്തു. തൊട്ടടുത്തുള്ള വീടിനും വിള്ളലുണ്ടെന്ന പരാതി ഉയർന്നിട്ടുണ്ട്. ഇതോടെ ദുരന്തബാധിതർ ആശങ്കയിലാണ്. 24 വയനാട്. മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ മുൻ മാധ്യമപ്രവർത്തകൻ റിമാൻഡിൽ. കോഴിക്കോട് ചേവായൂർ സ്വദേശി VE ബാലകൃഷ്ണനെയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഇത് രാവിലെ എറണാകുളത്തേക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസിലായിരുന്നു സംഭവം. കോഴിക്കോട് ICJ ഡയറക്ടറാണ് VE ബാലകൃഷ്ണൻ. ഷാരിഖ് നവാസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷാരിഖ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെ വിവരങ്ങൾ നൽകാം? അമൃത, 24 വയസ്സുകാരിയായ മാധ്യമപ്രവർത്തക ഇന്ന് രാവിലെ തലശ്ശേരിയിൽ നിന്നും എറണാകുളത്തേക്ക് ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഈ സമയമാണ് ഈ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ വെച്ച് ഈ യുവതി സഞ്ചരിച്ചിരുന്ന സീറ്റിന് തൊട്ടടുത്ത് വന്ന് ഈ വയോധികൻ, അതായത് മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്, കോഴിക്കോട് ചോവായൂർ സ്വദേശി VE ബാലകൃഷ്ണൻ, ഈ പ്രവർത്തകയുടെ സീറ്റിന് തൊട്ടടുത്ത് വന്നിരുന്ന് മോശമായി പെരുമാറിയെന്നും ലൈംഗികാതിക്രമം നടത്തിയുമെന്നാണ് പരാതി നൽകിയത്. ഇത്തരത്തിൽ ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഷൊർണൂർ റെയിൽവേ പോലീസിനാണ് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ റെയിൽവേ പോലീസ് കേസെടുത്തു. ഈ ഉടനെ തന്നെ ഈ മുൻ മാധ്യമ പ്രവർത്തകനായ VE ബാലകൃഷ്ണനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും റെയിൽവേ പോലീസ് അറിയിച്ചിട്ടുണ്ട്. അമൃത. ശരി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ വീണ്ടും സജീവമാക്കി കെ സുധാകരൻ MP. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പരിഗണിക്കണമെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയോട് ആവശ്യപ്പെട്ടതായി കെ സുധാകരൻ പറഞ്ഞു. ചടുലമായ പ്രവർത്തനമാണ് ഇപ്പോൾ കേരളത്തിന് ആവശ്യമെന്നും KC വേണുഗോപാലിന് അതുണ്ടെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമാക്കിയ കെ സുധാകരൻ നിലപാട് നേരിട്ട് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുകയാണ്. പാർലമെന്റിൽ വെച്ചാണ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ സുധാകരൻ കണ്ടത്. ചടുലമായ പ്രവർത്തനമാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് ആവശ്യം. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കണമെന്ന് ഖർഗെയോട് സുധാകരൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് ആവശ്യം ചടുലമായ പ്രവർത്തനമാണ്. നമ്മളൊരു മുഖ്യമന്ത്രിയുടെ ഒരു സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കരുത്ത്, ടൈമിലി ഡിസിഷൻ, അങ്ങനെയൊക്കെ വരുന്ന ആളുകളാണ് ഇപ്പം നമുക്ക് ആവശ്യം. കാരണം മുഖ്യമന്ത്രിയുടെ പോസ്റ്റിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി സീരിയസ് ആയി ആ വിഷയം ചർച്ച ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് അതാണ് അതിൻ്റെ കാര്യം. തന്റെ അഭിപ്രായം തുറന്നു പറയാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് ജീവിക്കുന്നത് എന്നും കെ സുധാകരൻ ചോദിച്ചു. അത്രയേ ഉള്ളൂ. എന്റെ ഒരു അഭിപ്രായം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇവിടെ ജീവിക്കുന്നു. ഇതിനിടെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം കെ സുധാകരൻ മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ. 24 ഡൽഹി. യോഗക്ഷേമ സഭയുടെയും ശ്രീ ശങ്കര ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രീ ശങ്കര ജയന്തി ആഘോഷം ഈ മാസം 21 നടക്കും. പെരുമ്പാവൂർ ശ്രീ ശങ്കര വിദ്യാപീഠം കോളേജിലാണ് ജയന്തി ആഘോഷം നടക്കുക. യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PNG നമ്പൂതിരി പതാക ഉയർത്തും. ശ്രീ ശങ്കര വേദരത്ന പുരസ്കാരം ബ്രഹ്മശ്രീ ഡോക്ടർ വാരണങ്കോട് ഗോവിന്ദൻ നമ്പൂതിരി ഏറ്റുവാങ്ങും. ശ്രീ ശങ്കര ദർശനങ്ങളെ ആസ്പദമാക്കി ചർച്ചയും നടക്കും. ഈ വരുന്ന 21-ാം തീയതി ചൊവ്വാഴ്ച ശ്രീശങ്കര ജയന്തി ആഘോഷിക്കുകയാണ്. യോഗക്ഷേമ സഭയും ശ്രീശങ്കര ട്രസ്റ്റും ചേർന്ന് ജോയിൻ്റായിട്ട് ഉള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ ശ്രീശങ്കര വിദ്യാപീഠം കോളേജ്, ഐരാപുരം, കാലടിക്കടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ കാലടിക്കടുത്തുള്ള പെരുമ്പാവൂർ ഐരാപുരം കോളേജിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ ജയകുമാർ സാർ അവറുകൾ നിർവഹിക്കും. രാവിലെ 9:30 ഫ്ലാഗ് ഹോസ്റ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ദീപപ്രോജ്വലനം മുൻ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് നിർവഹിക്കും. അതിനുശേഷം ഉദ്ഘാടനം 12 വരെ ഉള്ള പരിപാടികളുണ്ട്. അത് കഴിഞ്ഞാൽ ഉച്ചതിരിഞ്ഞ് കലാപരിപാടികളാണ് ഉള്ളത്. വിനോദയാത്രയ്ക്കിടെ വാൽപ്പാറയിൽ വാഹനാപകടത്തിൽ മരിച്ചവർക്ക് കണ്ണീരോടെ വിട നൽകി നാട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോയമ്പത്തൂരിൽ നിന്ന് 9 ആംബുലൻസുകളിലായാണ് മൃതദേഹം മലപ്പുറം പാങ്ങിലെത്തിച്ചത്. അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൊതുദർശനത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തി.
ഇന്നലെ വൈകിട്ട് 5:15 മലപ്പുറം പാങ്ങ് ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപക സംഘം സഞ്ചരിച്ച മിനി വാൻ വാൽപ്പാറയിൽ അപകടത്തിൽപ്പെടുന്നത്. നിയന്ത്രണം വിട്ട വാഹനം 13-ാം ഹെയർപിൻ വളവിലെ സംരക്ഷണ ഭിത്തി തകർത്ത് 9-ാം ഹെയർപിൻ വളവിലേക്ക് പതിച്ചു. വാഹനത്തിലുണ്ടായിരുന്നത് ഡ്രൈവറടക്കം 13 പേർ. 8 പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒരാൾ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. പ്രധാനാധ്യാപിക P. അജിത, അധ്യാപികമാരായ റംലത്ത്, ആശ, സുഹ്റയുടെ മകൻ ഹിഷാം, അധ്യാപകനായ അബ്ദുൾ മജീദ്, മജീദിന്റെ ഭാര്യ റുഖിയ, സ്കൂളിലെ പാചകത്തൊഴിലാളി സാജിദ, സമീപ സ്കൂളിലെ അധ്യാപിക ഷക്കീല എന്നിവരാണ് മരിച്ചത്. ആ ഡിവൈഡർ വന്ന് വണ്ടി നേരെ താഴേക്കാ പോണത്. പക്ഷെ ആ സമയത്തൊരു ശബ്ദം കേട്ടു, വണ്ടിയിലുണ്ടായ ആളുകളുടെ ശബ്ദം. പിന്നെ കേൾക്കുന്നത് വണ്ടി വീണ ശബ്ദം കേൾക്കണേ. അപ്പോൾ തന്നെ അവിടെ കൂടിയ യാത്രക്കാരൊക്കെ ആണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുകയാണ്. കാരണം നമ്മളൊന്നും കൈ വരെ പൊന്തണില്ല, വിളിക്കാൻ കഴിയണില്ല, നടക്കാൻ കഴിയാത്ത മാതിരി പോയി. അത്രയും ഒരു വിഷമഘട്ടമാണ്. പുലർച്ചെ 3:45 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. പ്രത്യേക ഉത്തരവിറക്കിയാണ് പോസ്റ്റ്മോർട്ടം രാത്രി തന്നെ പൂർത്തിയാക്കിയത്. തുടർന്ന് ഇസ്ലാമിക മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടന്നു. രാവിലെ 6 മണിയോടെ പോലീസ് അകമ്പടിയിൽ 9 ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി. രാവിലെ 9 മണി മുതൽ അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം. സംസ്ഥാന സർക്കാരിനു വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ആദരമർപ്പിച്ചു. വളരെ വേദനാജനകമായൊരു സംഭവമാണ്. താങ്ങാൻ കഴിയാത്ത വിഷമമാണ്. ഒരു ഗ്രാമം മുഴുവൻ, സംസ്ഥാനം മുഴുവൻ ദുഃഖത്തിലാണ്ട് കിടക്കുകയാണ്. പ്രധാനാധ്യാപിക P. അജിതയുടെ മൃതദേഹം ഷൊർണൂർ ശാന്തിതീരത്ത് സംസ്കരിച്ചു. അബ്ദുൾ മജീദിന്റെയും ഭാര്യ റുഖിയുടെയും ഖബറടക്കം പാങ്ങ് മാട്ടാത്ത് ജുമാ മസ്ജിദിലും റംല, സാജിദ, ഷക്കീല എന്നിവരുടെ ഖബറടക്കം പാങ്ങ് വലിയ ജുമാഅത്ത് പള്ളിയിലും നടന്നു. അധ്യാപികയായ ആശയുടെ സംസ്കാരം കൊളത്തൂർ തറവാട് വീട്ടിലായിരുന്നു. സുഹ്റ, മകൻ ഹാഷിം എന്നിവരുടെ മൃതദേഹങ്ങൾ ഈസ്റ്റ് പാങ്ങ് ജുമാ മസ്ജിദിൽ ഖബറടക്കി. ന്യൂസ് ഡെസ്ക് 24. കർണാടക ഹാസനിൽ കൃഷിയിടത്തിൽ അടിമവേലയെന്ന് പരാതി. 2 മലയാളികളടക്കം 18 പേരെ കർണാടക പോലീസും റവന്യൂ വകുപ്പും ചേർന്ന് മോചിപ്പിച്ചു. കാസർഗോഡ് പുത്തികെ സ്വദേശി ഉദയകുമാറിനെ നാട്ടിലെത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറി. തൊഴിലാളികളെയെല്ലാം ഒറ്റ ഷെഡിൽ പാർപ്പിച്ച് കൃത്യമായ ഭക്ഷണവും കുടിവെള്ളവും നൽകാതെ ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നെന്നും കൂലി നൽകിയില്ല എന്നും ഉദയകുമാർ പറഞ്ഞു. കാപ്പിത്തോട്ടത്തിൽ ജോലി, 700 രൂപ ദിവസക്കൂലി, സൗജന്യമായി താമസവും ഭക്ഷണവും. തൊഴിലന്വേഷിച്ച് മാംഗ്ലൂരുവിലെത്തിയ ഉദയകുമാറിനെ ഇത്തരം വാഗ്ദാനങ്ങൾ നൽകി മോഹിപ്പിച്ചാണ് മറ്റു 4 പേർക്കൊപ്പം കർണാടകയിലെ ഹാസൻ ജില്ലയിൽ ചട്ടനഹള്ളിയിൽ എത്തിച്ചത്. പക്ഷേ അവിടെ ഇഞ്ചിത്തോട്ടത്തിലായിരുന്നു പണി. ഒഡീഷ, ഝാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുമുണ്ടായിരുന്നു. അതുവരെ പറഞ്ഞതൊക്കെയും വെറുതെയായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഒറ്റ ഷെഡിൽ 18 തൊഴിലാളികളുടെ താമസം. ഭക്ഷണമോ വെള്ളമോ സമയത്ത് ലഭിക്കില്ല. ആരെയും ബന്ധപ്പെടാൻ പോലുമാകാത്ത സാഹചര്യമായിരുന്നുവെന്നും ഉദയകുമാർ. അതിൽ 3 വർഷം പണിയെടുത്തവരുണ്ട്, 4 വർഷം പണിയെടുത്തവരുണ്ട്. ഭക്ഷണം കൊടുക്കൂ, രാവിലെ കൊടുത്താൽ പിന്നെ വൈകുന്നേരം. ഞങ്ങൾ രാവിലെ ഒരു ഷെഡുണ്ട്, അതിൽ കൂട്ടി അവർ പോകും. ചട്ടനഹള്ളിയിലെ തൊഴിലിടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളുടെ മാതാവ് പോലീസിൽ പരാതിപ്പെട്ടതോടെയാണ് ഈ തൊഴിൽ പീഡന വിവരം പുറം ലോകമറിയുന്നത്. പോലീസും റവന്യൂ വകുപ്പും നടത്തിയ സംയുക്ത പരിശോധനയിൽ നിരവധി തൊഴിലാളികളെ നിയമവിരുദ്ധമായി തടവറയിലാക്കിയിട്ടുണ്ടെന്നും വേതനമില്ലാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെന്നും വിവരം ലഭിച്ചു. പിന്നീടാണ് 18 തൊഴിലാളികളെയും 1 മാസം മുമ്പ് മോചിപ്പിച്ചത്. ഹാസനിലെ പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഓഫീസർമാരാണ് ഉദയകുമാറിനെയും കൂട്ടി കാസർഗോഡ് എത്തിയത്. കളക്ടറേറ്റിൽ എത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം ഉദയകുമാറിന്റെ ബന്ധുക്കൾക്ക് കൈമാറി. കൊല്ലം സ്വദേശിയായ അനിൽകുമാറും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടെന്ന് ഉദയകുമാർ പറഞ്ഞു. പ്രദീപ് നാരായണൻ, 24, കാസർഗോഡ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ താപനില ഉയർന്നു തന്നെ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. ചൂട് അതികഠിനമായതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗം ഇന്നലെ രേഖപ്പെടുത്തി.
സാധാരണയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുള്ളതിനാൽ ഞായറാഴ്ച വരെ 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കാണ് സാധ്യത. സൂര്യാഘാതം, സൂര്യാതപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ചൂട് അതികഠിനമായി തുടരുന്നതിനിടെ പ്രതിദിന വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. ഇന്നലത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം 116.11 ദശലക്ഷം യൂണിറ്റ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപയോഗമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത 6300 മെഗാവാട്ടിനധികമായാൽ 10 മുതൽ 15 മിനിറ്റ് വരെ വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. 6300 മെഗാവാട്ടാണ് സംസ്ഥാനത്തെ പ്രസരണ ശൃംഖലയുടെ പരമാവധി ശേഷി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.